ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കുക്കിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. കോഫി ബീൻ കുക്കി. ഇത് ഓവനിലും അടുപ്പിലും എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിശദീകരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ തീർച്ചയായും കണ്ട് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. താമസിപ്പിക്കുന്നില്ല, റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമ്മുടെ കോഫി ബീൻ കുക്കിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കോഫി തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെസ്കഫയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇവ ചേർത്തൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായി മിക്സ് ആയതിനു ശേഷം മാറ്റിവെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/4 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് ഒരു സ്പാറ്റില വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണെങ്കിൽ അതിൽ കട്ടകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഞ്ചസാര എടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ടെടുക്കണം കേട്ടോ. ബട്ടറും പഞ്ചസാരയും നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു വിസ്ക് വെച്ച് നന്നായി ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീം പരുവത്തിലാക്കി എടുക്കണം. ഇതിന് ഏകദേശം 1.5 മുതൽ 2 മിനിറ്റ് വരെ സമയമെടുക്കും കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇവ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോഫിയും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തൊന്ന് മിക്സ് ആക്കി എടുക്കണം. അവസാനമായി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നവരെ മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഓവറായിട്ട് മിക്സ് ആവരുത്. നന്നായി ഒന്ന് കമ്പൈൻ ചെയ്തെടുത്താൽ മതി. ഇനി കൈ വെച്ചൊന്ന് അമർത്തി റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ കുക്കി ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാ കുക്കിയും ഒരേ സൈസിൽ കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലുള്ള ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഡോ 1 ടീസ്പൂൺ ഫുൾ എടുത്തിട്ട് ഉരുട്ടി ചെറിയൊരു ഓവൽ ഷേപ്പിലാക്കി എടുക്കണം. ഇത് ബട്ടർ പേപ്പർ വിരിച്ച് ട്രേയിലേക്ക് അടുക്കി വെക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയും ചെയ്തെടുക്കണം. ഇത് അടുക്കുമ്പോൾ ഒത്തിരി ഗ്യാപ്പ് ഇട്ട് അടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു സ്പൂൺ വെച്ചോ കത്തിയുടെ ബാക്കി വെച്ചോ ഇങ്ങനെ സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കോഫി ബീൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കണം. എന്നിട്ട് ബേക്ക് ചെയ്തതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെക്കണം. പാത്രത്തിന് തണുപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി. ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 15 മുതൽ 17 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. ഓരോ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഞാനിവിടെ കുറച്ച് കുക്കീസ് ബേക്ക് ചെയ്യുന്നത് അടുപ്പിൽ ഓവൻ സെറ്റപ്പ് ആക്കിയിട്ടാണ്. ആദ്യം ഒരു വലിയ പാത്രത്തിൽ ഒരു സ്റ്റീലിൻ്റെ റിങ് ഇറക്കി വെക്കുക. എന്നിട്ട് പാത്രം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം.
10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കി ഡോ വെച്ച് കൊടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ബേക്ക് ചെയ്യാം. 25 മുതൽ 30 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഇപ്പോൾ കുക്കീസ് എല്ലാം ബേക്കായി കിട്ടിയിട്ടുണ്ട്. എനിക്കിവിടെ ഓവനിൽ 17 മിനിറ്റ് ആയപ്പോൾ ബേക്കായി കിട്ടി. ഓവനിൽ നിന്ന് എടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഈ കുക്കീസ് ഹാർഡ് കുക്കി ആട്ടോ. ഈ ഒരു മിക്സിൽ നിന്ന് ഈ സൈസിൽ എനിക്ക് 52 കുക്കീസ് കിട്ടിയിട്ടുണ്ട്. ഇതൊരെണ്ണം എടുത്തു നോക്കാം. കുക്കീസ് ബേക്കായി കിട്ടുമ്പോൾ ചെറിയൊരു സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കും. ചൂടാറി കഴിയുമ്പോൾ ഹാർഡായിക്കൊള്ളും. ഇത് ഞാൻ അടുപ്പിൽ ഓവൻ സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്തതാണ്. ഇതും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. 29 മിനിറ്റിലാണ് എനിക്കിത് ബേക്കായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കുക്കി ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ആട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്